ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ചേച്ചിയുടെ ഒരു കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചാണ്, കുടുംബത്തിലെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് കുടുംബാംഗങ്ങൾ കൂടെ ഉള്ളപ്പോൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചേച്ചിയുടെ സഹോദരിമാരെയും സഹോദരനെയൊക്കെ ഞങ്ങൾ സത്യം പറയുകയാണെങ്കിലേ ഈ കുടുംബ അംഗങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു 19 വയസ്സ് 20 വയസ്സാകുമ്പോഴാണ് അവരെല്ലാം ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത്. എല്ലാവരെയും ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ ഓരോരുത്തരായിട്ട് ക്ഷണിക്കാം. ആദ്യം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ചേച്ചിയുടെ പ്രിയ സഹോദരൻ ശ്രീ ശങ്കറിനെയും ചേച്ചിയുടെ അനുജത്തി ശ്രീമതി രാജകുമാരിയെയാണ്. വളരെ അടുത്ത കാലത്താണ് ഇവരൊക്കെ പരിചയപ്പെടുന്നതും ഇവരുടെ പേര് ഓർക്കുന്നതൊക്കെ വളരെ അടുത്ത കാലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കലാരംഗവുമായിട്ട് ചേച്ചി തിരക്കിലായിരുന്നു അല്ലേ? വെരി യങ് ഏജ്, വളരെ ചെറുപ്പത്തിലെ വീട് പോയി മദ്രാസിൽ പോയി. പിന്നെ ഇറ്റ് വാസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഏകദേശം ഒരു 1.5 വയസ്സിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ശരി. ശരിക്കും എപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്? ഇതാണ് നമ്മുടെ മൂത്ത ചേച്ചി എന്നുള്ള ഒരു അറിവോട് കൂടിയിട്ട്. ആദ്യം ഞങ്ങൾ മലയാ കോട്ടേജിലായിരുന്നു. വല്യമ്മ കാർത്യായനിയമ്മ, ആ അമ്മയാണ് എന്നെ കൊച്ചിലെ തൊട്ടേ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ 6 അണ്ണന്മാരാ. ശരി. പിന്നെ അംബിക ഇല്ലേ, അമേരിക്കയിലെ അംബികയുടെ ബ്രദർ രാധാകൃഷ്ണൻ, ശരി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കൂടുതൽ എൻ്റെ ഒരു ബ്രദറായിട്ട് അവിടെ നമ്മളെഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോഴത്തേക്ക് മദ്രാസിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വീടുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. എൻ്റെ സിസ്റ്റർ എൻ്റെ ഫാദറിനെ അച്ഛന്ന് വിളിച്ചിട്ടില്ല, മാമ എന്നാ വിളിക്കുന്നത്. ബാക്കിയുള്ള അത് കേട്ട് മാമാന്ന് വിളിച്ചിരുന്നു അല്ലേ? ചേച്ചി കുവൈറ്റിലാണ്. ഞാൻ കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് നാളായി. എന്നാണ് സുമാരി ചേച്ചി ഒരു കണ്ട ഓർമ്മയുള്ളത്? ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുവൈറ്റിൽ പോയിട്ട് വരുമ്പോഴേ പിന്നെ മദ്രാസിൽ പോകും. അപ്പോഴാണ് കൂടുതൽ കണ്ണുമായിട്ട് കണ്ട് പരിചയമാകും. ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ടേ സുമാരി ചേച്ചി സിനിമയിലുണ്ടാവും? സിനിമയിലാണ്. വീട്ടിൽ വരും. വന്നാലും ഞങ്ങൾക്ക് അക്കനെന്ന് പറഞ്ഞാൽ അവർ ഇത് കാണാനുള്ള അങ്ങനെ അധികം അടുപ്പമൊന്നുമില്ല, കണ്ടുടനെ അങ്ങ് പോവുകയും ചെയ്യും. ഇനിയും ചേച്ചിയുടെ 3 സഹോദരിമാർ കൂടി നമ്മളോടൊപ്പം ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതിമാരായ ശ്രീകുമാരി, ജയശ്രീ ആൻഡ് ഗിരിജ. മലയാ കോട്ടേജിൽ ശ്രീ മാധവൻ നായർ, അദ്ദേഹമാണ് സുമാരി ചേച്ചിയുടെയും ഈ ചേച്ചിമാരുടെയും അദ്ദേഹത്തിൻ്റെ എല്ലാം അച്ഛൻ. ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇനി ഒരാളുടെ അഭാവം കൂടിയുണ്ട്, അമ്മ. ശരീരാസ്വാസ്ഥ്യം കാരണം ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആ അമ്മയ്ക്കിപ്പോൾ നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഈ ക്ലിപ്പിങ്ങിലൊന്ന് കാണാം. ചേച്ചി ലളിതാ പത്മിനി രാഗിണി മുമ്പേ ഉണ്ടായിരുന്നല്ലോ, അവരെ ഗുരു ഗോപിനാഥനാണ് ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഗുരു ഗോപിനാഥൻ്റെ ഡാൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ വന്ന് പഠിക്കുമായിരുന്നു, ഗുരു ഗോപിനാഥൻ. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഈ കൊച്ചിലെ ഡാൻസ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇവർ മദ്രാസിൽ പോയി. ലളിതാ പത്മിനി രാഗിണി മദ്രാസിൽ പോയപ്പോൾ അവരുടെ കൂടെ ഇവർ മദ്രാസിൽ പോയി. അന്ന് വലിയ ഈ ഡാൻസിന് പോണത് വലിയ കുറവാണെന്നുള്ള ഒരു ആക്ഷേപം ആളുകൾക്ക്. അപ്പം അവരെല്ലാം നല്ല ഇതിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഈ സുമാരി ചേച്ചി മാത്രം ഇങ്ങനെ കലാരംഗത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല ഇങ്ങനെ ഒരു ഡാൻസ് പഠിക്കണമെന്നോ? അല്ലെങ്കിൽ അങ്ങനെ അക്ക തന്നെ കലാരംഗത്ത് നിന്ന് ഒരു ആക്സിഡൻ്റലാണ്. അക്കനൊരു കലാരൂപത്തിൽ പോകും എന്നുള്ള നമുക്കും പോലും അറിയാൻ വയ്യാത്തൊരു അങ്ങനെ ഒരു ലൈഫിലായിരുന്നല്ലോ ഞങ്ങൾ. അപ്പം ലല്ലക്കൻ, പപ്പിയക്കൻ, രാക്കിയക്കൻ ഇവരെല്ലാം പോയപ്പോഴത്തേക്ക് അന്ന് കൂട്ടുകുടുംബമായതുകൊണ്ട് അക്കൻ ആ ചാൻസ് കിട്ടി. ഞങ്ങളെല്ലാം കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി ആയിട്ട് കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയില്ല. ഒരു പക്ഷേ ചാൻസ് കിട്ടിയെങ്കിലും ഞങ്ങൾ അവരോടും പിൻഗാമികളായേനെ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള പഠിപ്പും ജോലിയും ഞങ്ങളെല്ലാം വേറെ. അത് അക്ക തന്നെ പിന്നെ മദ്രാസിലാണെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ വലുതായി കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയാണ് കൂടുതൽ അടുക്കുക. അല്ലെങ്കിൽ എല്ലക്കൻ്റെയും പപ്പിയക്കൻ്റെയും രാക്കിയക്കൻ്റെയും ഒരു സിസ്റ്ററായിട്ടാണ്. അങ്ങനെയാണല്ലോ. അണ്ണൻ തൊട്ട് ഞങ്ങൾ
കുറച്ചുകൂടെ അടുപ്പമുണ്ട്. അക്കനോട് എന്തായാലും ബ്ലഡ് ഈസ് തിക്കർ ആൻഡ് വാട്ടർ, അക്കനോടുള്ള സ്നേഹമാണ്. പക്ഷേ സിസ്റ്റർ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്. ലളിതാക്കനും പത്മിനിയാക്കനും രാഗിണിയാക്കനും ഒക്കെ ചേച്ചിയെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ചേച്ചി എന്താണ് അങ്ങനെ ഒന്നും ഇവരെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതിരുന്നത്? എനിക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലല്ലക്കൻ ബപ്പയ്ക്കൻ രാക്കിക്കൻ കൊണ്ടുവരണ്ടേ? അല്ല, ലല്ലക്കൻ ബപ്പയ്ക്കൻ രാക്കിക്കൻ അവർ മാത്രമേ എനിക്ക് അറിയാമായിരുന്നു. ശരി. പിന്നെ കുഞ്ഞമ്മ. ഇളം തലമുറ, അതായത് സുമാരി ചേച്ചിയുടെയും സഹോദരിമാരുടെയും സഹോദരൻ്റെ ഒക്കെ മക്കൾ സുമാരി ചേച്ചിയെ കണ്ടിട്ട് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ആ ഇളം തലമുറയിലെ കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട വല്യമ്മയെ കാണാൻ. നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ഇത് നമ്മുടെ പഴയ അംബികയില്ലേ, എൻ്റെ സിസ്റ്റർ ഇപ്പൊ അമേരിക്കയിലാണ്. ആ അംബികയുടെ ബ്രദറാണ് ഇത്. ഈ അനിയത്തിയുടെ മകള് അനിത, ഒരു ഡോക്ടറിന്റെ വൈഫാണ്. അതേമാതിരി ഇത് മറ്റേ ഇനിയൊരു അനിയത്തിയുടെ മകളാണ്. ഇത് ഇവരുടെ മകള്. എല്ലാരും കല്യാണം, അത് മകന്റെ വൈഫാണ്. കുട്ടികള്. എന്താണ് സുമാരി ചേച്ചിയെ പറ്റിയുള്ള ഒരു ഓർമ്മ? സുമാരി ചേച്ചി എന്നാണ് ആദ്യം കാണുന്നത്? അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? നല്ല മെമ്മറീസ് ആണുള്ളത്. പിന്നെ വല്യമ്മ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കും എല്ലാവരെയും. ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഈ വല്യമ്മ ഭയങ്കര ക്രൂരായിട്ടുള്ള അമ്മയായിട്ടൊക്കെ വരില്ലേ, അപ്പൊ എന്ത് തോന്നും? പക്ഷെ ഞങ്ങൾക്ക് അതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഭയങ്കര കുശുംബിയായിട്ടുള്ള ചില റോളുകളൊക്കെ ചിലപ്പോൾ ചേച്ചി ചെയ്യാറുണ്ട്, വളരെ നന്നായി ഇരിക്കാറുമുണ്ട്. പക്ഷെ അതൊരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അപ്രോച്ച് വല്യമ്മയുടെ അടുത്ത് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്രയും സുമാരി ചേച്ചിയുടെ കുടുംബാംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവരോടൊക്കെ? സുമാരി ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു മകൻ, അദ്ദേഹം മദ്രാസിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹം കോളേജിൽ ചേരാനായിട്ടുള്ള ഒരു വിപ്രം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് വന്നിട്ടില്ല. ചേച്ചിയുടെ മകൻ്റെ പേര് സുരേഷ് എന്നാണ്. സുരേഷിന് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മരുമകളും അതെ, ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. അവൾക്കും നാളെ എന്തോ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. സിനിമയിലല്ല, ഈ കോസ്റ്റ്യൂം ഡിസൈനറാണ്.